സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിൻ്റെ വെള്ളി വെളിച്ചം പുലരാൻ പോകുന്നതായി സൂചനകൾ വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിന് ധാരണയായി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തും കുറച്ച് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന സ്വഭാവമുള്ള അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇറാനും ഇസ്രായേലും ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. അറിയായികയല്ല, ആര് ആദ്യം വെടിനിർത്തും എന്നുള്ളൊരു ചോദ്യമാണ് ഇതിനകത്ത് ഇനി സോൾവ് ചെയ്യാനായി ബാക്കിയുള്ളത് എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറഞ്ഞത്, ഖമനൈ പറഞ്ഞത് കീഴടങ്ങുകയില്ല എന്നാണ്. കീഴടങ്ങുകയില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആദ്യം ഇസ്രായേൽ വെടിനിർത്തണം എന്നുള്ളതാണ്. ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് ഇറാനിൽ നിന്ന് മിസൈലുകൾ വരാതായാൽ ഞങ്ങൾ യുദ്ധം നിർത്താം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ജൂൺ 13 യുദ്ധത്തിൻ്റെ ഈ ഒരു ഫേസ്, ഇത് 666 ദിവസത്തോളം ആയ ഒരു യുദ്ധമാണ്. ഇന്ന് തുടങ്ങിയതല്ല. ഹമാസ് ഇസ്രായേലിൻ്റെ ഭൂമിയിൽ പ്രവേശിച്ച് അന്ന് തുടങ്ങിയ യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഈ ഒരു ഫേസ്, ജൂൺ 13 തുടങ്ങിയ ഒരു ഫേസ് ഇസ്രായേൽ തുടങ്ങിയ വെച്ചതാണ്. ഇസ്രായേൽ തുടങ്ങുകയും അവർക്കതിന് സമ്പൂർണ്ണമായ മേൽക്കൈ കിട്ടുകയും ചെയ്ത ഒരു യുദ്ധമാണ്. ഇറാനെ സംബന്ധിച്ച് കുറച്ച് മിസൈലുകൾ അയക്കാൻ സാധിച്ചു എന്നല്ലാതെ അത് അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. കുറച്ച് കെട്ടിടങ്ങളൊക്കെ തകർക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഇസ്രായേലിന് കാര്യമായ ഒരു പരിക്കേൽപ്പിക്കാനൊന്നും ഇറാനെ കൊണ്ട് സാധിച്ചില്ല. നേരെ മറിച്ച് ഇറാനെ തരിപ്പണമാക്കി കളയാൻ ഇസ്രായേലിനെ കൊണ്ട് സാധിച്ചു. സ്വാഭാവികമായും വിജയം നേടിയ കക്ഷി എന്ന നിലയിൽ ഇസ്രായേൽ ആദ്യം വെടിനിർത്തുന്നതാണ് ഇതിനകത്ത് മാന്യമായ കാര്യമെന്നാണ് സാധാരണഗതിയിൽ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവുക. അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിചാരിക്കാം. അമേരിക്ക ഇതിനകത്ത് ഇടപെട്ട് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് തകർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ നിർബന്ധിക്കാനുള്ള ഒരു കഴിവ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായി. കാരണം അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അമേരിക്ക ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ആദ്യം തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂക്ലിയർ സെന്ററുകൾ തകർക്കുക, മിസൈൽ കേപ്പബിലിറ്റി ഇല്ലാതാക്കുക. ഈ രണ്ട് കാര്യം അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഇന്നലെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന കേപ്പബിലിറ്റിയിൽ നിന്ന് ഇറാൻ പുറകോട്ട് പോയി. ഇനി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പം അതിനിടയിലൂടെ യുറേനിയത്തിൻ്റെ ചെറിയൊരു ഭാഗം അവർ മാറ്റിയിട്ടുണ്ട് എന്നുള്ള ശക്തമായ ധാരണ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും പിന്തുടർന്ന് കണ്ടുപിടിച്ച് നശിപ്പിക്കേണ്ടി വരും എന്ന് നെതന്യാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിനകത്ത് അർത്ഥമില്ല. ബോംബ് ഉണ്ടാക്കാനുള്ള അവരുടെ കഴിവില്ലാതായി. മീൻസ് അതിൻ്റെ മെഷീനറിയും മെക്കാനിസവും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ മിസൈൽ കേപ്പബിലിറ്റി ഏതാണ്ട് പൂർണ്ണമായും തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അർത്ഥമില്ല. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കഴിഞ്ഞു. ഇറാനോടല്ല യുദ്ധം ന്യൂക്ലിയർ കേപ്പബിലിറ്റിയോടും മിസൈൽ കേപ്പബിലിറ്റിയോടുമാണ്. ഇത് പലവട്ടം പ്രഖ്യാപിച്ചിട്ടുള്ള സംഗതിയുമാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റിയ സമയം. ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് JD വാൻസും മാർക്കോ റുബിയോയും സ്റ്റീവ് വിറ്റ്കോഫുമാണ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ അമേരിക്കയിൽ ഇടപെട്ടിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഖത്തർ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഥാനിയാണ്. അദ്ദേഹമാണ് ഇറാനോട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനിടയിലൂടെ ഇന്നലെ രാത്രി ഖത്തറിലെ അമേരിക്കൻ എയർബേസിലേക്ക് ഇറാൻ 14 മിസൈലുകൾ അയച്ചിട്ടുണ്ട്. പക്ഷേ മിസൈലുകൾ അയക്കുന്നതിന് മുൻപ് അമേരിക്ക അറിയിച്ച ശേഷമാണ് മിസൈലുകൾ അയച്ചത് എന്ന് മാത്രമല്ല, ഒരു പക്ഷേ അത് ഈ വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ടൊരു സംഗതി തന്നെ ആവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അമേരിക്ക അവിടെ ഇട്ടത് 14 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയിൽ സിംബോളിക്കായി 14 മിസൈലുകൾ ഈ ഖത്തറിലെ അമേരിക്കൻ ബേസിലേക്ക്, ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് മിഡിൽ ഈസ്റ്റിലുള്ളത്, ആ ബേസിലേക്ക് ഇവർ അയക്കുന്നു. അത് മുൻകൂട്ടി അറിയിക്കുന്നു. അപ്പോൾ ട്രംപ് ഇന്നലെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് 13 മിസൈലുകൾ ഈ പറയുന്ന അവരുടെ എയർബേസിനെ ലക്ഷ്യമാക്കി വന്നു. അത് 13 ഞങ്ങൾ ആകാശത്ത് നശിപ്പിച്ചു. 14ാമത് ഒരെണ്ണം വഴി അറിയാതെ അതിലെങ്ങോട്ട് പോകുന്നത് കണ്ടു. അത് ഞങ്ങളുടെ നേരെ വരാഞ്ഞതുകൊണ്ടും അത് എങ്ങോട്ടാണ് പോകുന്നത് അറിയാത്തതുകൊണ്ടും ഞങ്ങൾ അതിനൊന്നും ചെയ്യാൻ പോയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ ഖത്തറിൻ്റെ ആകാശത്ത് ശബ്ദം കേട്ട് അമേരിക്കൻ എയർബേസ് മുഴുവൻ തകർന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഇവിടെ കിടന്ന് തലകുത്തി പറയുന്നുണ്ട്. അതിനിടയ്ക്കൂടെ ഇപ്പോൾ ഒരു മാധ്യമത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് ഖത്തർ തിരിച്ചാക്രമിച്ചു. ഖത്തറിനെ തിരിച്ചാക്രമിക്കാൻ ഒരു കാര്യമില്ല. കാരണം ആദ്യം തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആക്രമിച്ചത് ഖത്തറിനെയല്ല അമേരിക്കൻ എയർബേസിനെയാണ്. ഇതൊക്കെ മുൻകൂട്ടി ധാരണകളോടെ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് വെടിനിർത്തൽ പാക്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഗതിയാണ്. അപ്പം അവരുടെ ജനത്തെ, ഇറാനിലെ ജനത്തെ ബോധ്യപ്പെടുത്താൻ ഇറാനെ റെജിമിന് സാധിക്കണം. ഇല്ലെങ്കിൽ അവർ സമ്പൂർണ്ണമായി കീഴടങ്ങിപ്പോയി എന്നതുകൊണ്ട് റെജിമിനെ അവർ പട്ടിയാക്കും, നാട്ടുകാർ പട്ടിയാക്കും. അത് വേറെ കാര്യം. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇറാനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു, ഇറാനെ കൊണ്ടൊന്നും ആവില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അവരുടെ നാട്ടിലെ ജനത്തിനും നമ്മുടെ നാട്ടിലെ കുറച്ച് തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർക്കും ഇത് മനസ്സിലായിട്ടേ ഇല്ല. അപ്പോൾ അവരങ്ങനെ തന്നെ ധരിച്ചോട്ടെ എന്നുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു മേൽക്കൈ ഇറാന് കൊടുക്കേണ്ടതുണ്ട്. നാണം കെടാതെ ഇതും തലയൂരണം. അതുകൊണ്ട് ഞങ്ങൾക്ക് 14 മിസൈൽ അയക്കാൻ സമയം, എന്നിട്ട് 14 മിസൈൽ അയച്ചോളൂ.
എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ച മിസൈലുകളാണ് ഈ 14 അതിനെ അങ്ങനെ തന്നെ ഇന്റർസെപ്റ്റ് വിടുകയും ചെയ്തു. അതിനിടയിലൂടെ ഇറാഖിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസുകളെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതിനകത്ത് ഈ ഇറാൻ നിയന്ത്രിക്കുന്ന മിലീഷ്യകളുണ്ട്. പിന്നെ ഹമാസ് ആയിക്കൊള്ളട്ടെ, അങ്ങനത്തെ ധാരാളം മിലീഷ്യകളുണ്ട്. അപ്പോൾ ഈ മിലീഷ്യകൾ ഒരുപക്ഷെ ഇറാന്റെ അനുവാദം ഇല്ലാതെ തന്നെ അമേരിക്കൻ എയർബേസുകളെ ആക്രമിച്ച് വലിയ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് ഭയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ സ്വർഗത്തിപ്പായിരിക്കുന്ന ആൾക്കാരാണല്ലോ. അമേരിക്കയെ ആക്രമിച്ചൊന്ന് മരിച്ചു കിട്ടിയാൽ നേരെ സ്വർഗത്തിൽ പോയിട്ട് പ്രൈസ് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി അടി ഇറാനിട്ട് കിട്ടും. ഇത്രയും നാളും ഹൂത്തികൾ അവിടെ അടിക്കുമ്പോൾ ഹൂതിക്കിട്ട് തിരിച്ചടിച്ചുകൊണ്ട് അമേരിക്ക പറഞ്ഞിരുന്നു ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ ഹിസ്ബുള്ളെ ആക്രമിക്കുമ്പോഴും ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇത് ഇറാന്റെ കൈയാണ്, ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇനി ഹൂത്തികളാവട്ടെ പിന്നെ ഹിസ്ബുള്ള ആവട്ടെ ഇസ്രായേലിനെയോ അമേരിക്കയോ ആക്രമിച്ചാൽ കൃത്യം ഇറാന്റെ തലസ്ഥാനത്ത് ടെഹ്റാനിൽ തന്നെ കിട്ടും. കാരണം ടെഹ്റാനും ഇറാനും ഒക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്ത് എല്ലാവർക്കും മനസ്സിലായി. വഴിയെ പോകുന്ന ആർക്കും കയറി അടിക്കാം, അത്രയേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് അവരെ ആക്കി കളഞ്ഞു. അപ്പം അതിനുശേഷം ഇനി ഇത് കൊണ്ടുപോകുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. ദെൻ അഗാർച്ചരി അതിനിടയിലൂടെ റഷ്യയിൽ പോയിരുന്നു ഖമനയുടെ കത്തൊക്കെ ആയിട്ട്. അപ്പോൾ റഷ്യ പറഞ്ഞു ഇറാൻ എന്ത് തരം ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ സഹായിക്കാം, ഇറാന്റെ എന്ത് തരം ആവശ്യവും സഹായിക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ പതുക്കെ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ആവശ്യം ഒരു മീഡിയേറ്ററാണ്, അതുകൊണ്ട് ഞങ്ങൾ മീഡിയേറ്റർ ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പിന്നെ ഏതോ ഒരു സിനിമയിലെ ഹരിശ്രീ അശോകന്റെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, എന്നാലും മുതലാളി എന്ന് പറയുന്നത് പോലത്തെ ഒരു റെസ്പോൺസ് ആകും മിക്കവാറും അഗാച്ചിയുടെ മുഖത്തുണ്ടായിട്ടുണ്ടാവുക. കാരണം ഏതാണ്ട് എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് വെച്ചിട്ട് അവസാനം പറയാം ഞങ്ങൾ മീഡിയേറ്റർ ആവാത്ത, അല്ലെങ്കിലും ഈ പറയുന്ന അമേരിക്കയോട് മുട്ടാൻ വേണ്ടിയിട്ട് റഷ്യ വരുമെന്ന് ആരെങ്കിലും വിചാരിക്കും. പൊട്ടത്തരം നിലയാണ് എന്തായാലും പറയാൻ നിൽക്കുക. അതിനിടയിലൂടെ ഇസ്രായേൽ അവിടുത്തെ എവിൻ പ്രിസൺ എന്ന് പറയുന്ന ഒരു പ്രിസൺ, ആ പ്രിസണിന്റെ പ്രത്യേകത അത് ഈ ഖമനയുടെ റെജിമിനെതിരെ സമരം ചെയ്യുന്നവരെ പാർപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രിസണാണ്. ആ പ്രിസൺ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്. ആ പ്രിസൺ തല്ലിപ്പൊളിച്ചിട്ട് അതിന്റെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആണ്, ആൾക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം. ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല എന്നൊക്കെ ഒരു പ്രഖ്യാപിക്കേണ്ടത്. എന്തായാലും ഇസ്രായേൽ ഉദ്ദേശിച്ചത് അവിടെ കിടക്കുന്ന ഈ റെജിമിനെതിരായിട്ടുള്ള ആളുകളെ മുഴുവൻ തുറന്നു വിട്ട് റെജിമിനെതിരായിട്ടുള്ള ഒരു അപ്രൈസിങ് അത് ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആ ജയിൽ തകർത്തുകളെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കൂടാതെ ഫോർദോയിലേക്കുള്ള ആക്സസ് റൂട്ടുകൾ, ഫോർദോ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കൻ വിമാനങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചിരുന്നു. അതിനകത്ത് മെഷീനറി ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നു എന്നുള്ള വിവരങ്ങൾ അമേരിക്കൻ ഏജൻസികൾ തന്നെ കളക്ട് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലല്ല ബോംബിട്ടിരിക്കുന്നത് അവിടേക്ക് പോകാനുള്ള ആക്സസ് റൂട്ടുകളിലാണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിപ്പയർ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി JCBയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊണ്ടുപോകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി അവിടേക്കുള്ള ആക്സസ് റൂട്ടുകൾ മുഴുവൻ ഇന്നലെ ബോംബിട്ട് തകർത്തിട്ടുണ്ട്. കൂടാതെ ഇറാനിലെ 6ഓ 7ഓ എയർബേസുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ യുദ്ധവിമാനങ്ങൾ പറന്നു പോകാൻ ശേഷിയുള്ളവയാണോ എന്നറിയില്ല. എന്തായാലും ബങ്കറുകളിൽ ഒളിപ്പിച്ചിരുന്ന യുദ്ധവിമാനങ്ങൾ 20-ലേറെ എണ്ണം നശിപ്പിച്ചിട്ടുണ്ട്. മിലിറ്ററി പോർട്സും നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈ അമേരിക്കൻ ആക്രമണത്തിന് ശേഷം ഈ സീസ്ഫയർ വരുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം പിന്നീടുള്ള 48 മണിക്കൂർ ഇസ്രായേൽ തകർത്താടുകയായിരുന്നു. അവർക്ക് നശിപ്പിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അവർ എണ്ണിപ്പെറുക്കി നശിപ്പിച്ചു തീർക്കായിരുന്നു. ഏത് നിമിഷവും സീസ്ഫയർ വന്നേക്കാം എന്നുള്ള ഒരു ധാരണയുള്ളതുകൊണ്ട്. അപ്പം സീസ്ഫയർ എന്നുള്ളതിലേക്ക് അടുത്തെത്തി എന്ന് വേണം വിചാരിക്കാൻ. നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ യുറേനിയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ യുറേനിയം കേപ്പബിലിറ്റിയെ ഞങ്ങൾ ഇല്ലാതാക്കും, അതിൻ്റെ പിന്നാലെ ഞങ്ങൾ അന്വേഷിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു യുദ്ധം കൊണ്ട് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഇറാന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇറാന്റെ ഇൻകേപ്പബിലിറ്റി, ഇറാന് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലായ്മ, അത് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ക്ലെയിം ഇനി നിലനിൽക്കില്ല. നേരെ മറിച്ച് ഇവിടെ ഇത് ഒരിക്കലും ഖമനയെ കൊല്ലാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഖമനയെ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന് വധിക്കാമായിരുന്നു. ഇപ്പോൾ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ, വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകളുമായിട്ട് അമേരിക്ക വന്ന സമയത്ത് ഒരെണ്ണം ഖമനയുടെ ബങ്കറിന്റെ മുകളിൽ ഇട്ടാൽ ഖമനയുടെ പണി തീർന്നേനെ. പക്ഷേ ഖമനയെ ഒരിക്കലും കൊല്ലാൻ ശ്രമിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു സീസ്ഫയറിൽ എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊരു പ്രൊലോങ്ഡ് വാറായിപ്പോകും. അപ്പോൾ ഇത് പ്രൊലോങ്ഡ് വാറാവാതെ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തീർക്കണം എന്നതുകൊണ്ടാണ് ഇറിപ്പയറബിൾ ഡാമേജ് ടു ദി എന്താ പറയുക, വികാരത്തിന് ഇറിപ്പയറബിൾ ആയിട്ട് ഡാമേജ് വരുത്താതിരിക്കുക. അവർ ആദ്യം തന്നെ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചു. അത് ന്യൂക്ലിയർ സൈറ്റുകളും മിസൈൽ ലോഞ്ചിങ് സൈറ്റുകളും മിസൈൽ പ്രൊഡ്യൂസിങ് സൈറ്റുകളുമാണ്. അപ്പം ഈ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രിഫ്യൂജ് ഉണ്ടാക്കുന്ന സ്ഥലമായിക്കൊള്ളട്ടെ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആയിക്കൊള്ളട്ടെ, ഹെവി വാട്ടർ ഫെസിലിറ്റി ഉണ്ടാക്കുന്ന സ്ഥലം ആയിക്കൊള്ളട്ടെ, അങ്ങനെ സ്ഥലങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഈവൻ റഷ്യൻ സഹായത്തിലുള്ള ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ പോലും ഇന്നലെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ അവർക്ക് ന്യൂക്ലിയർ പവർ എന്നുള്ളത് പൂർണ്ണമായിട്ടും അവർക്ക് വേണ്ടത്ര അവർ നശിപ്പിച്ചു. കൂടാതെ മിസൈൽ പ്രൊഡ്യൂസിങ് പവർ, മിസൈൽ ലോഞ്ചിങ് പവർ, ഇത്തരം സാധനങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എവിടെയെങ്കിലും പൊട്ടുപൊടിയൊക്കെ കാണും. പക്ഷെ അതൊന്നും വെച്ചിട്ട് യുദ്ധം ഉണ്ടാക്കാനോ
കാര്യമായൊരു ആക്രമണം സംഘടിപ്പിക്കാനോ ഇനി ഇറാന് സാധിക്കുകയില്ല എന്ന് എൻഷുവർ ചെയ്തതിന് ശേഷമാണ് ഈ സീസ് ഫയറിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ആ വലിയൊരു ത്രട്ട് അതങ്ങോട്ട് നുള്ളിയെടുത്ത് കളഞ്ഞു. ഇനി ഹൂത്തികളുടെ ഭാഗത്ത് നിന്നോ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നൊന്നും യാതൊരു പ്രതികരണം ഉണ്ടാവില്ല. കാരണം ഹിസ്ബുള്ള ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം തലക്കിട്ട് അടി കിട്ടി കഴിയുമ്പം ഇവരുടെയൊക്കെ മുറയിൽ ഹമാസിന്റെ മുറ ഹമാസ് പറയുന്നു പ്രശ്നം തീർക്കാം, 10 ജീവനുള്ള ബന്ദികളെയും തിരിച്ചു തരാം, പിന്നെ ബാക്കിയുള്ളവരുടെ ശവശരീരങ്ങളും തിരിച്ചു തരാം എന്ന് അവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒക്കെ നടുവൊടിഞ്ഞു എന്നുള്ളതാണ്. തലക്കിട്ട് അടി കിട്ടി കഴിഞ്ഞപ്പം എല്ലാവരും മര്യാദ പഠിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്തൊരു സംഗതിയാണ്. ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ എടുത്തിയാടി ചെയ്തതല്ല. ഈ പീസ് ടോക്ക് വരുമ്പം മുതലേ ഖമനയി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇറാനിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ രാജ്യത്തിന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, സമാധാനത്തോടെ ഉറങ്ങാനും കഴിയില്ല. കാരണം ഈ ഒരു യുദ്ധമൊക്കെ ഉണ്ടാകാതെ എങ്ങനെ എപ്പോഴോ ഇത് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ അടിയൊന്നും വാങ്ങേണ്ട ഒരു കാര്യമില്ല. ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞ് അവിടെ നിന്ന് അടി വാങ്ങി നശിച്ച് നാറാണക്കല്ല് പിടിച്ചു, എന്നിട്ടും അയാൾക്ക് സമാധാനമാവുന്നില്ല. അവിടെ ഇരുന്നോട്ടെ എന്ന് അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ ലോകം മുഴുവനുള്ള മിലിഷ്യ ഗ്രൂപ്പുകൾ സാധാരണ മനുഷ്യരുടെ നേരെ അവരുടെ ഈ രോഷം തീർക്കും. കാരണം ഇന്നലെ സിറിയയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി ബോംബ് ചെയ്ത് 30 മനുഷ്യരെ കൊന്നു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ആർക്കും ചെറുക്കാൻ കഴിയില്ല. മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിച്ചാൽ സാധാരണ മനുഷ്യർ മരിച്ചു പോവുള്ളൂ. അപ്പോൾ ഈ മതത്തിൻ്റെ പേരിലുള്ള ഈ വർഗീയ വികാരം അത് ആളിക്കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം മുതലേ അമേരിക്ക വളരെ പേഷ്യൻസോടെയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അടിയിലൂടെ അവർ ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അവർ ജനത്തിൻ്റെ മുൻപിൽ അവർ പ്രദർശിപ്പിക്കുന്ന വളരെ പേഷ്യൻസോട് കൂടിയാണ് ഞങ്ങൾ ഇടപെട്ടത്. കാരണം ഇത്തരം ഗ്രൂപ്പുകൾ, ലോകം മുഴുവനുള്ള ഇത്തരം ഗ്രൂപ്പുകൾ സാധാരണ മനുഷ്യരെ ആക്രമിക്കുമോ എന്നുള്ള ഭയം അത് എല്ലാ രാജ്യങ്ങൾക്കുമുള്ളൊരു സംഗതിയാണ്. കാരണം ഭ്രാന്ത് പിടിച്ച മനുഷ്യരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പട്ടികളുടെ ഒരു പേപ്പട്ടി ഉണ്ട് എന്ന് വെച്ചാൽ ആ പേപ്പട്ടി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, കടി കിട്ടുമ്പോൾ ഇവരറിയുള്ളൂ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ഒരു മിലീഷ്യ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് മുൻപ് തന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നു.